നമസ്കാരം, ഞാൻ ദീപ്തി. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. കുളം കലങ്ങിയപ്പോൾ വിശദീകരണം. അഴിമതി വാഗ്വാദത്തിൽ വിശദീകരണവുമായി AK ആന്റണി. അഴിമതിയെക്കുറിച്ച് പറഞ്ഞത് പൊതുവായ കാര്യങ്ങൾ, ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ വകുപ്പിനെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന സത്യം. പ്രസ്താവന ആരെയും മുന്നം വച്ചല്ല. തന്റെ പ്രസ്താവനയിൽ കൂടുതൽ വ്യാഖ്യാനങ്ങൾ വേണ്ടെന്ന് ആന്റണിയുടെ വിശദീകരണം. കോൺഗ്രസിൽ ഗ്രൂപ്പ് കലാപത്തിന് തിരികൊളുത്തി ആന്റണിയുടെ അഴിമതി വിരുദ്ധ പ്രസ്താവന. വിവാദം ഏറ്റുപിടിച്ച് A ഗ്രൂപ്പും I ഗ്രൂപ്പും. അഴിമതി ആരോപണത്തിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് ചർച്ചകൾ. ഗ്രൂപ്പ് പോരിൽ അമർഷവുമായി ഘടകകക്ഷികൾ. പ്രസ്താവന വിവാദം നാളെ നടക്കാനിരിക്കുന്ന UDF ജാഥയിലും. കോൺഗ്രസിൽ പരസ്യ പ്രസ്താവനകൾക്ക് വിലക്കുമായി VM സുധീരൻ. ഡ്രൈവിംഗ് സീറ്റിൽ ശ്രീധരൻ. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയിൽ സ്വകാര്യ പങ്കാളിത്തമില്ല. ധനവകുപ്പിന്റെ പൊതു സ്വകാര്യ പങ്കാളിത്ത നിർദ്ദേശം സർക്കാർ തള്ളി. ഈ ശ്രീധരന്റെ നിർദ്ദേശം അംഗീകരിച്ചു. അന്തിമ തീരുമാനം മന്ത്രിസഭയെടുക്കുമെന്ന് മുഖ്യമന്ത്രി. ശ്രീധരനും മുഖ്യമന്ത്രിയുമായുള്ള ഉന്നതതല കൂടിക്കാഴ്ച അവസാനിച്ചു. ശ്രീധരനും DMRCയും ലൈറ്റ് മെട്രോയുമായി സഹകരിക്കുമെന്ന് മുഖ്യമന്ത്രി. സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ധനവകുപ്പിന്റെ നിർദ്ദേശം DMRCയെയും ശ്രീധരനെയും പടികടത്താനെന്ന് ആക്ഷേപം. പാളിയത് DMRCയെ കൺസൾട്ടന്റായി ഒതുക്കാനുള്ള നീക്കം. കള്ളക്കളിക്ക് ആസൂത്രണ ബോർഡിന്റെ ഒത്താശയും. ശ്രീധരനെ ഒഴിവാക്കാനുള്ള നീക്കം. നിർമ്മാണ കരാർ ഇറ്റാലിയൻ കമ്പനിക്ക് നൽകാനെന്ന് റിപ്പോർട്ട്. കമ്പനി പ്രതിനിധികൾ മുഖ്യമന്ത്രിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് സൂചന. നൂൽപാലം കടന്ന് മദനിയെത്തി. അബ്ദുൽ നാസർ മദനി കേരളത്തിൽ. ബംഗളൂരുവിൽ നിന്ന് വിമാനത്തിൽ കൊച്ചിയിലെത്തിയ മദനി അൻവാർശേരിയിലേക്ക്. ജാമ്യവ്യവസ്ഥയിലെ ഇളവ് 5 ദിവസം. കേരളത്തിലെത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയത് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ. ബംഗളൂരു സ്ഫോടനക്കേസിൽ അറസ്റ്റിലായ മദനി കേരളത്തിലെത്തുന്നത് 2ാം തവണ. മദനിക്ക് കനത്ത സുരക്ഷയൊരുക്കി കർണാടക പോലീസ്. മദനിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുതെന്ന് പോലീസിന് സുപ്രീം കോടതി നിർദ്ദേശം. യാത്രകൾ കോടതി നിരീക്ഷണത്തിൽ. അൻവാർശേരി കനത്ത പോലീസ് സുരക്ഷയിൽ. മദനിയെ കാണാൻ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും. ബംഗളൂരുവിലേക്ക് മടങ്ങുന്നത് വെള്ളിയാഴ്ച. പറഞ്ഞത് ധാരാളം, ഇനി മിണ്ടരുത്. പാർട്ടിക്കെതിരെ പട നയിക്കാനിറങ്ങിയ VS അച്യുതാനന്ദന് CPM പോളിറ്റ് ബ്യൂറോയുടെ പരസ്യശാസന. VS ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവും. പ്രസ്താവനകൾ പാർട്ടി താൽപര്യത്തിന് വിരുദ്ധമെന്നും PB. പ്രകാശ് കാരാട്ടും പിണറായിയും അടക്കമുള്ള മുൻ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി VS മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയത് ഇന്നലെ. VSന്റെ പ്രസ്താവന അറിഞ്ഞില്ലെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആദ്യ വിശദീകരണം. RSPയും JDUവും മുന്നണി വിടാൻ കാരണം മുൻ നേതൃത്വമെന്ന് VSന്റെ ആക്ഷേപം. പാർട്ടി സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്നതിനെ ന്യായീകരിച്ചും VSന്റെ പ്രസ്താവന. ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.